ലൈറ്റിൻ്റെ പലതരത്തിലുള്ള ഫിനോമിനൻസ് അറിയാൻ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സ്പെരിമെൻസും നമുക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ എടുക്കുന്നു വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്ട്രോ ഡിപ്പ് ചെയ്യുകയാണ്. ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രോ ഗ്ലാസിൻ്റെ പുറത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ട്രോ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇല്ലേ? അതെന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിനകത്ത് ലൈറ്റ് റേസ് വന്ന് പതിച്ച് ആ ലൈറ്റ് റേസ് നമ്മളുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ആ വെള്ളത്തിലിട്ട സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത്? അപ്പോൾ അതിന് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ പേജിൽ ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അക്വേറിയം പോലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് ട്രോ എടുക്കുക. ആ ട്രഫ് എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് 1/4 ഭാഗം വെള്ളം നിറയ്ക്കുക. അതിൻ്റെ ബാക്കി 1/4 ഭാഗത്ത് സ്മോക്ക് നിറയ്ക്കുക. ആ സ്മോക്ക് നിറച്ച് കഴിയുമ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു ലേസർ ലൈറ്റ് നമ്മൾ സെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ പാത്തൊന്ന് ട്രേസ് ചെയ്ത് നോക്കണം. ആ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് റേ ഒടിയുന്നതായിട്ട് കണ്ടോ? എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിൽ നിന്ന് ഇതിലേക്കൂടെയാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ എയർ എന്ന് പറയുന്ന ഈ മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറയുന്ന താഴത്തെ മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ രണ്ടും എയർ എന്ന് പറയുന്നത് ഗ്യാസ് മീഡിയമാണ്, വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മീഡിയമാണ്. അപ്പോൾ ഒരു ഗ്യാസ് മീഡിയത്തിൽ നിന്ന് ലിക്വിഡ് മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ലൈറ്റ് റേക്ക് ബെൻഡിങ് സംഭവിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നുള്ള നമ്മുടെ ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് റേ ബെൻഡ് ചെയ്യും. ലൈറ്റ് റേ എങ്ങനെ വേണം നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്ത് കൊടുക്കാൻ? ഒബ്ലിക്വലി ഇൻസിഡൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഒബ്ലിക്വലി എന്ന് പറയുന്ന വാക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. എന്ന് വെച്ചാൽ ഒബ്ലിക്വലി എന്ന് വെച്ചാൽ എന്താണ്? ചരിഞ്ഞ് വീഴുക, ചെരിവ് എന്നതാണ് ഒബ്ലിക്വലിയുടെ അർത്ഥം. അപ്പോൾ ഇതാ നോക്കിയേ, ഇത് നമ്മളുടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്ന ഒരു നമുക്ക് വരച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമേജാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എയർ ആണെന്ന് വിചാരിച്ചു, ഇത് വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വരുന്ന റേയെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും, പോകുന്ന റേയെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും, നടുക്കൂടെ വരയ്ക്കുന്ന ഈ 90 ഡിഗ്രി ലൈനിനെ നോർമൽ റേ എന്ന് പറയും. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച സംഭവമാണ് അല്ലേ? വരുന്ന റേയെ ഇൻസിഡൻറ്റ് റേ എന്നും പോകുന്ന റേയെ റിഫ്രാക്റ്റഡ് റേ എന്നും നടുക്കൂടെ കാണുന്ന ഈ വരയെ നോർമൽ റേ എന്നും വിളിക്കും. ഈ ഇൻസിഡൻറ്റ് റേയും നോർമൽ റേയും കൂടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിൻ്റെ പേരെന്താ? ഇൻസിഡൻറ്റ് ആംഗിൾ. എന്താ? ഇൻസിഡൻറ്റ് ആംഗിൾ. ഇനി ഈ റിഫ്രാക്റ്റഡ് റേയും നോർമൽ റേയും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പേരെന്താ? റിഫ്രാക്റ്റഡ് ആംഗിൾ. ഒന്നും കൂടെ പറയാം. 2 മീഡിയം എടുത്തിരിക്കുകയാണ്. ഒരു ആദ്യത്തെ മീഡിയത്തിലേക്ക് വരുന്ന റേയെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കുന്നു. ഈ ഇൻസിഡൻറ്റ് റേയും നോർമൽ റേയും കൂടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ ഇൻസിഡൻറ്റ് ആംഗിൾ ഐ എന്ന് വിളിക്കുന്നു. ഇനി പോകുന്ന റേയെ റിഫ്രാക്റ്റഡ് റേ എന്നും നോർമൽ റേയും റിഫ്രാക്റ്റഡ് റേയും കൂടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്നും വിളിക്കുന്നു. മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഇൻഫറൻസിന് ശേഷമുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. വിച്ച് ആർ ദ മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്തിൻ ദ ട്രോ? അപ്പോൾ നമ്മൾ ഈ ട്രോയ്ക്കകത്ത് എടുത്തിരിക്കുന്ന ഈ 2 മീഡിയംസ് ഏതൊക്കെയാ? എയർ ആണ് ഒന്നാമത്തെ മീഡിയം, വാട്ടർ ആണ് രണ്ടാമത്തെ മീഡിയം. അപ്പോൾ നമ്മൾ ഈ ട്രോയ്ക്കകത്ത് 2 മീഡിയംസ് എടുത്തിട്ടുണ്ട്, ഒന്ന് എയറും ഒന്ന് വാട്ടറും. ഹൗ വിൽ ദ പാത്ത് ഓഫ് ദ റേ ബി വെൻ ഇറ്റ് പാസസ് ത്രൂ ഓൺലി 1 മീഡിയം? ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ?
ഇല്ല, ബെൻഡിങ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എങ്ങനെ പോവുകയുള്ളൂ? അതേ സ്പീഡിൽ അതേ പാത്തിലൂടെ തന്നെ പോവുകയുള്ളൂ. ഡിഫറെൻ്റ് മീഡിയത്തിലൂടെ മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ റേക്ക് ബെൻഡിങ് സംഭവിക്കുന്നത്. Is there any deviation in the direction of the ray of light when it enters obliquely from one medium to another? Yes. ഇപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ഒബ്ലിക്വലി ഇങ്ങനെ ചരിഞ്ഞ് വീഴുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ലിക്വലി എന്ന് പറയുന്നത്. ഒബ്ലിക്വലി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഡീവിയേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ബെൻഡിങ് ഉണ്ടാകും. Where does the ray of light undergo a change in direction? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? നോക്കിയേ, ഈ എയർ മീഡിയത്തിൽ നിന്ന് വാട്ടർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ആ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വിൽ ദെയർ ബി എനി ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി? ആ പാത്രത്തിലേക്ക് നമ്മൾ നോർമൽ റേ എന്ന് ഇവിടെ പറഞ്ഞില്ലേ, ഈ നോർമൽ റേ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. അപ്പം 90 ഡിഗ്രി ഏതെങ്കിലും ഒരു റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഡീവിയേഷൻ വരുമോ? ഇല്ല, അവിടെ എന്ത് സംഭവിക്കില്ല? ഇവിടെ ഡീവിയേഷൻ വരികയില്ല. അപ്പോൾ നമ്മളൊരു ടോർച്ച് ലൈറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലേസറിനെ 90 ഡിഗ്രി താഴേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നില്ല? ഡീവിയേഷൻ സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഒരു ലൈറ്റ് റേ ഒബ്ലിക്വലി പാസ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? അവിടെ ഡീവിയേഷൻ സംഭവിക്കുകയുള്ളൂ. When a light ray passes obliquely from one medium to another, the ray of light bends to the normal. നോർമലിനടുത്തേക്ക് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. When a light ray travels through a single medium, ഒരു സിംഗിൾ മീഡിയത്തിലൂടെ ലൈറ്റ് റേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, the path of light will be straight. ആ ലൈറ്റ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെയായിരിക്കും പോകുന്നത്. ഒരിക്കലും അവിടെ എന്ത് സംഭവിക്കുകയില്ല? ബെൻഡിങ് സംഭവിക്കുകയില്ല. If a ray of light undergo a deviation at the surface of separation when it enters obliquely from one medium to another. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം, where does the ray of light undergo a change? അതിൻ്റെ ഉത്തരമാണ് പറയുന്നത് എന്ത്? A ray of light undergoes a deviation at the surface of the separation. ഈ എയർ മീഡിയവും വാട്ടർ മീഡിയവും എവിടെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് ഡയറക്ഷന് മാറ്റം സംഭവിക്കുന്നത്. There will be no deviation in the path of light ഇൻസിഡൻറ്റ് നോർമലി. അപ്പം 90 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ നോർമൽ റേയുടെ വഴി കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയില്ല? അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കുകയില്ല. What causes a deviation in the ray of light when it passes from one medium to another? അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇവിടെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എയർ മീഡിയത്തിൽ നിന്ന് വാട്ടർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഉണ്ടാകുന്നത്? അതിനെ ഇവിടെ നമ്മളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു കാർ സ്മൂത്ത് സർഫസിലൂടെ വന്നിട്ട് റഫ് സർഫസിലൂടെ പോകുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായത് കാണിച്ചു തന്നിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് ഇൻ ഡീവിയേഷൻ ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ സ്മൂത്ത് സർഫസിലൂടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് കൂട്ടിയാണ് കാർ ഓടിക്കുന്നത് അല്ലേ? പക്ഷേ റഫ് സർഫസിലൂടെ വരുമ്പോൾ നമുക്ക് ഒരു കുണ്ടും കുഴിയുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല. ആ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ഇവിടെ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇതേ പ്രക്രിയ തന്നെയാണ്, ഇതേ സംഭവം തന്നെയാണ് ലൈറ്റിൽ നടക്കുന്നത്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ മീഡിയത്തിന് ആ മീഡിയം റഫാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? അവിടെ കുറയും. അവ കുറയുന്ന സമയത്ത് ആ ലൈറ്റിന് ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാകും. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ്. ഒരു മീഡിയത്തിൽ ഒരു സ്പീഡായിരിക്കും ലൈറ്റിന്,
മറ്റൊരു മീഡിയത്തിൽ വേറൊരു സ്പീഡായിരിക്കും. അപ്പോൾ എയറിലൂടെ പോകുന്ന സ്പീഡല്ല ഇതിലേക്കൂടെ പോകുമ്പോൾ, വാട്ടറിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളത്തിലൂടെ ലൈറ്റിന് പോകുന്ന സ്പീഡല്ല ഇതിലേക്കൂടെ പോകുമ്പോൾ, മിൽക്ക് കലക്കിയ വെള്ളത്തിലൂടെ പോകുമ്പോൾ. അപ്പോൾ പല മീഡിയത്തിൽ പല സ്പീഡാണ് ആർക്കുള്ളത്? നമ്മളുടെ ലൈറ്റിന് ഉള്ളത്. അപ്പോൾ നമുക്കൊരു ടേബിൾ നോക്കാം. ടേബിൾ 1.1 നോക്കിയേ. എയറിൻ്റെ സ്പീഡ് എത്ര? എയറിലൂടെ ലൈറ്റ് പോകുന്ന സ്പീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റിന് സ്പീഡുള്ളത് എതിലേക്കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ്? എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ്. അതെത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, സൂര്യപ്രകാശം നമ്മളുടെ ഭൂമിയിലെത്താൻ നമുക്ക് എത്ര വെലോസിറ്റിയിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെന്ന്? അതും ഇതേ വെലോസിറ്റിയിൽ തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ എർത്തിന് ചുറ്റും എന്താണുള്ളത്? എയർ ആണുള്ളത്. അപ്പോൾ എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എത്ര മീറ്റർ/സെക്കൻഡിലാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി അത് നമ്മൾ അടുത്ത മീഡിയം നോക്ക്, വാട്ടറിൻ്റെ അടുത്ത മീഡിയം വന്നപ്പോൾ എത്ര ആയി മാറി? 2.25 ആയി മാറിയത് കണ്ടോ? എന്ത് സംഭവിച്ചത്? കുറഞ്ഞത്. വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു? എയറിൽ നിന്ന് അടുത്ത മീഡിയമായ വാട്ടറിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കുറഞ്ഞത്. അടുത്തത് ഗ്ലാസ്സിൽ നോക്കൂ, 2 × 10⁸. അപ്പോൾ നമ്മൾ വെള്ളം കഴിഞ്ഞ് ഗ്ലാസ് എന്ന് ചിന്തിച്ച, ഗ്ലാസ് ഒരു സോളിഡ് സർഫസാണ്. അപ്പോൾ സോളിഡ് എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിലൂടെ എയറിന് ഒരുപാട് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഗ്ലാസിൻ്റെ ഒരു മെറ്റീരിയലായ ഡയമണ്ടിലൂടെ നോക്കൂ, 1.25 × 10⁸ മീറ്റർ/സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? എയറാണ് ഏറ്റവും കൂടുതൽ, എയറിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഏറ്റവും കുറവ് സ്പീഡിൽ ആറിലൂടെയാണ് പോകുന്നത്? ഡയമണ്ടിലൂടെയാണ് പോകുന്നത്. ഈ സ്പീഡ് മാറുന്ന ഓഫ് ലൈറ്റ് ഉള്ളത് എവിടെയാണ്? ഡയമണ്ടിലാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? എയറിലാണുള്ളത്. എങ്കിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റ് മാറുന്നത്? മാറുന്ന ഒരു മീഡിയത്തിൻ്റെ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് മാറുന്നത്. The ability of a medium to influence the speed of light through the medium is its optical density. ഒരു മീഡിയത്തിന് അതിൻ്റെ അകത്തുകൂടെ ലൈറ്റ് കടത്തിവിടാൻ ഉള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു മീഡിയം, അത് ഗ്ലാസ് ആവട്ടെ, സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, ഏതൊരു മീഡിയം എടുത്താലും ആ മീഡിയത്തിന് ലൈറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ഫോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എത്താനുള്ള, ആ ലൈറ്റിനെ എത്തിക്കാനുള്ള ഗ്ലാസിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള ബന്ധം എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ആർക്ക്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളവർക്ക്. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളവർക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളവർക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. എന്നാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും ആർക്ക്? ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളവർക്ക്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളവർക്ക് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളവർക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ എന്തെഴുതാം? തലതിരിച്ച് എഴുതിയാൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ളവർക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു വലിയ ഡയമണ്ട് പോലുള്ള ഒരു സാധനം എടുക്കുക. ഡയമണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതിനകത്തുകൂടെ ലൈറ്റ് എത്ര സ്പീഡിലേ വരുന്നുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1.25 × 10⁸ മീറ്റർ/സെക്കൻഡിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലൈറ്റ് ഡയമണ്ടിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് ലൈറ്റ് അത്രയും
സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയും കുറയുന്നത്? ഡയമണ്ടിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ഒരാളാണ് ആരെന്ന് പറയുന്നത്? എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാട്ടറും ഗ്ലാസും വരുന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? എയർ ഈസ് ലെസ് ദാൻ, വാട്ടർ ഈസ് ലെസ് ദാൻ, ഗ്ലാസ് ഈസ് ലെസ് ദാൻ ഡയമണ്ട് എന്ന് വരും. എയറിനെക്കാട്ടി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആളാണ് വാട്ടർ, വാട്ടറിനെക്കാട്ടി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആളാണ് ഗ്ലാസ്, ഗ്ലാസിനെക്കാട്ടി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആളാണ് ഡയമണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമ്മളുടെ പാഠത്തിൻ്റെ ഏറ്റവും കോർ ഭാഗമായ റിഫ്രാക്ഷനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരുന്നു ഇല്ലേ? ഗ്ലാസ്സിനകത്ത് നമ്മൾ നാരങ്ങ വെള്ളം എടുത്തു, അല്ലെങ്കിൽ വെള്ളം എടുത്തു, എന്നിട്ട് അതിലേക്ക് സ്ട്രോ ഡിപ്പ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ ഒടിഞ്ഞതുപോലെ കണ്ടു. നമ്മൾ വെറുതെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് സ്ട്രോ ഡിപ്പ് ചെയ്താൽ ഒടിഞ്ഞതുപോലെ കാണുമോ? ഇല്ല. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് എത്ര മീഡിയം ഉണ്ട്? ഒരു സ്ട്രോ നമ്മൾ ഗ്ലാസ്സിനകത്ത് വെള്ളമെടുത്ത് അല്ലെങ്കിൽ നാരങ്ങ വെള്ളമെടുത്ത് അതിൽ സ്ട്രോ ഡിപ്പ് ചെയ്തിടുമ്പോൾ അവിടെ എത്ര മീഡിയം ഉണ്ടായി? ഒന്ന് ഗ്ലാസ്സിന് പുറത്തുള്ള എയർ എന്ന മീഡിയം, 2 ഗ്ലാസ്സിനകത്തുള്ള വാട്ടർ എന്ന മീഡിയം. ഇപ്പോൾ 2 മീഡിയം ഉണ്ടായി ഇല്ലേ? അപ്പോൾ പുറത്തു നിന്ന് ഒരു റേ അകത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ചരിവുണ്ടാകും. ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് ഒരു റേ വരുന്ന സമയത്ത് ആ റേക്ക് എന്ത് സംഭവിക്കും? ഒരു ചരിവുണ്ടാകും. അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇല്ലേ? The straw appears bent when we look out from the glass. ഗ്ലാസിൻ്റെ പുറത്തുനിന്നൂടെ നോക്കുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇനി ആ സ്ട്രോയെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യുകയാണ്? ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് അതിനെ കുറച്ചുകൂടെ എന്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു വലിയ പാത്രത്തിനകത്ത് എടുത്തിട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമില്ലാത്ത ഈ പാത്രത്തിനകത്ത് നമ്മൾ സ്ട്രോ നോക്കുമ്പോൾ ഈ ഐസിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ട്രോയിൽ നിന്നുള്ള ഇമേജ് ഡയറക്റ്റ് നമ്മളുടെ കണ്ണിൽ പതിയുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നില്ല? അവിടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒടിവ് സംഭവിക്കുന്നില്ല. ഈ സ്ട്രോയിൽ നിന്ന് ഡയറക്റ്റ് ഇമേജാണ് എവിടെ വരുന്നത്? നമ്മളുടെ കണ്ണിലേക്ക് വരുന്നത്. ഇനി അതിലേക്ക് വെള്ളം നിറച്ച് വെച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒടിവ് സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 2 ഇമേജ് ഫോം ചെയ്യും. മനസ്സിലായി? ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിലേക്ക് സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എ എന്ന് പറയുന്നതാണ് സ്ട്രോ, ബി എന്ന് പറയുന്നത് സ്ട്രോയുടെ ഒരറ്റമാണെന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളത്തിലിടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആ ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റേക്ക് ഒടിവ് സംഭവിച്ചു. അപ്പോൾ നമുക്ക് അധികം ഒരു സ്ട്രോ ഉള്ളതുപോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഫോർമേഷൻ ബി എന്ന് പറയുന്ന സ്ഥലത്തല്ല നടക്കുന്നത്, പകരം സി എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണേണ്ട ബിക്ക് പകരം കാണുന്ന ആരെയാ? സി ആണ് കാണുന്നത്. ബി ഇരിക്കേണ്ട സ്ഥലത്ത് സി കയറിയിരിക്കും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത്രയും ഭാഗം നമുക്ക് എയറിലുള്ള ഭാഗം ഡയറക്റ്റ് നമ്മളുടെ കണ്ണിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ വെള്ളത്തിൽ കിടക്കുന്ന ഭാഗം ബി ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത്. പക്ഷേ കാണുന്നത് എന്താ? അതിനിപ്പുറത്ത് ഫോം ചെയ്തിരിക്കുന്ന സി എന്ന് പറയുന്ന ഇമേജാണ് ഫോം ചെയ്ത് കാണുന്നത്. ആ ഒരു പ്രക്രിയ കാരണമാണ് നമുക്ക് എന്ത് നിൽക്കുന്നത്? എ കഴിഞ്ഞിട്ട് എന്തോ ഒരു ഒടിവ് കഴിഞ്ഞിട്ട് ബാക്കി സ്ട്രോ കിടക്കുന്നത് പോലെ തോന്നുന്നത്. ഈ ഫിനോമിനനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഈ കണ്ട നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ ബാക്കിയായ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ഈസ് ദർ എ ഡീവിയേഷൻ ഫോർ ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ഐ ഫ്രം പോയിന്റ് ബി ഓഫ് സ്ട്രോ ബിഫോർ പോറിങ് വാട്ടർ? അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാത്ത ഈ സന്ദർഭം നോക്കുക. വെള്ളം ഒഴിക്കാത്ത സന്ദർഭത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. എയർ എന്ന് പറയുന്ന ഈ ഒരു മീഡിയത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ലൈറ്റ് ഒബ്ജക്റ്റിൽ വീണതിന് ശേഷം ഡയറക്റ്റ് നമ്മളുടെ കണ്ണിലേക്ക് വരികയാണ്. അവിടെ ഒരു ബെൻഡിങ്ങും സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 2 ഇമേജ് കാണുമോ? അല്ല, ഇമേജ് ഒടിഞ്ഞതായിട്ട് കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു സ്ട്രോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? അവിടെ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആഫ്റ്റർ
പോറിങ് വാട്ടർ, വെള്ളം പോർ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? The ray of light from immersed part of the straw entering air from water is deviated at the surface of separation. അപ്പോൾ ഈ എയറും വാട്ടറും കൂടെ ചേരുന്ന ആ ഡീവിയേഷൻ ആയിട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ, ആ സെപ്പറേഷൻ ആയിട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ, ആ സ്ഥലത്ത് വെച്ച് റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിഗർ നോക്കുക, ഫിഗർ 1.6b നോക്കിയേ. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് ഓഫ് റേ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഡയറക്റ്റ് ബിയിൽ വന്ന് വീഴേണ്ട റേ എവിടെ ചെന്ന് വീഴും? അതിൻ്റെ തൊട്ടപ്പുറത്ത് സിയിൽ ചെന്ന് വീഴും. കാരണം എന്താ? അവിടെ രണ്ട് മീഡിയം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡീവിയേഷൻ ഉണ്ടാകുന്നു. ഡീവിയേഷൻ ഉണ്ടായതുകൊണ്ട് ആ ഡീവിയേഷനോടെ കടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസൾട്ടായിട്ടുള്ള നമ്മുടെ സ്ട്രോ നമ്മൾ കാണുന്നത്, ഇല്ലേ? ലൈറ്റ് റേ വന്ന് സ്ട്രോയിൽ തട്ടി എന്നിട്ട് നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് സ്ട്രോ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്. ഒരു ലൈറ്റ് റേ എവിടെന്നെങ്കിലും ഒബ്ജക്റ്റിൽ വന്ന് വീണിട്ട് നമ്മളുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എയറിലൂടെ ലൈറ്റ് റേ എയറിലൂടെ പാസ് ചെയ്ത് വെള്ളത്തിലെത്തി അവിടെ എന്ത് സംഭവിച്ചു? ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ആ ഡീവിയേഷന് ശേഷമാണ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം എയറിലും പകുതി ഭാഗം വാട്ടറിലും അല്ലേ? ആ വാട്ടറിൽ മീഡിയത്തിന് വ്യത്യാസമുണ്ടായി, അപ്പോൾ ഡീവിയേഷൻ സംഭവിച്ചു. നമ്മൾ കാണുന്ന ഇമേജിനെ പോലെ തന്നെ എവിടെയും ഡീവിയേഷൻ സംഭവിക്കും. ആ സ്ട്രോയ്ക്കും ഡീവിയേഷൻ സംഭവിച്ചതായി നമുക്ക് തോന്നും. ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. നമുക്കെന്ത് എന്ത് ചെയ്യും? അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടായതായിട്ട് തോന്നും. ആ പ്രക്രിയയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പോൾ ഈ ഒബ്ലിക്വലി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ആൻസർ പേപ്പറിൽ എഴുതേണ്ടതുണ്ട്. ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ പറ്റി സംസാരിച്ചായിരുന്നല്ലോ. ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. അപ്പോൾ എന്താ ഇതിൽ പറയുന്നത്? ഒരു റേ ഓഫ് ലൈറ്റ് ചരിഞ്ഞ് വീഴുകയാണ്. എവിടെ നിന്ന്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്. ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പലതായുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ഉള്ള രണ്ട് മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ റേ ഓഫ് ലൈറ്റ് ചരിഞ്ഞ് വീഴുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെപ്പറേഷൻ മീഡിയം 1ഉം മീഡിയം 2ഉം സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് അവിടെ എന്തുണ്ടാകും? ഒരു ഡീവിയേഷൻ ഉണ്ടാകും. ഈ ഫിനോമിനനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചിരുന്നത്. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഒരു റേ ഒബ്ലിക്വലി ഫോളിങ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിൻ്റെ സെപ്പറേഷൻ സ്ഥലത്ത് വെച്ച് എന്ത് സംഭവിക്കും? റേ ഓഫ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കും. ആ ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക, വാക്കുകളെല്ലാം പഠിക്കുക നല്ലോണം. അപ്പം റിഫ്രാക്ഷൻ എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതിനെന്ത് സംഭവിക്കും? ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് വിച്ച് പ്ലേസ്? അറ്റ് ദ സെപ്പറേഷൻ ഓഫ് ദ മീഡിയം, അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. എവിടെയാണോ മീഡിയവും സർഫസും സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ വായിച്ചതിനകത്ത് പറഞ്ഞു റിഫ്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എന്തിനെയൊക്കെ ബേസ് ചെയ്താണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതെന്നും റിഫ്രാക്ഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്സുകൾ നിർത്തുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളാകട്ടെ,
നിങ്ങളുടെ അഭിപ്രായങ്ങളാകട്ടെ എല്ലാം കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ഗുഡ് ബൈ.